ഞാൻ വന്നതേ ഒരു ന്യൂസ് കേട്ടു. വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്ക് കുരുക്കായി ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്, അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. 2 വർഷത്തിനിടെ ലഹരി അടക്കം ഉപയോഗിച്ച് 6 തവണ പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. അയാൾ അതൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈസ് എ പോയ്സൺസ് ടീച്ചർ. ചിലരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പിജിക്ക് പഠിക്കുന്ന കാലത്ത് വേടനോട് ആരാധന തോന്നി സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. സാരമില്ല മാവ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളല്ലേ. 2021 ഓഗസ്റ്റിൽ യുവതിയുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലെത്തിയ വേടൻ പിന്നീട് ബലാത്സംഗം ചെയ്തു. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലെങ്ങാനും എത്തിയാൽ മതി. പിന്നെ നാറാ വേറെ വല്ലതും വേണോ? 2023 മാർച്ചിൽ തന്നെ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറി. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെയും കൊണ്ടേ പോകും. യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റമെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. വേടനുമായുള്ള തന്റെ ബന്ധം റാപ്പറായ ഡബ്സി അടക്കമുള്ളവർക്ക് അറിയാമെന്നും അതിജീവിത മൊഴി നൽകി. എനിക്ക് ഏത് നേരത്ത് തോന്നിയോ ഇങ്ങനെ ഒരു മാറണം. പുതിയ ആൽബം പുറത്തിറക്കാനടക്കം യുവതി വേടന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും. ഇല്ലെങ്കിൽ കുറച്ചിലായാലോ. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. സത്യം പറഞ്ഞ ഏത് കോടതിയും വെറുതെ വിടും.